തിരുവോണനാളിൽ ഗുരുഭവനപുരിയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഗുരുവായൂരപ്പന് ഭക്തരുടെ ഓണപ്പുടവ സമർപ്പണവും ക്ഷേത്രത്തിൽ തുടരുകയാണ്. പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിശേഷാൽ കാഴ്ച, ശിവേലിയും മേളവും നടക്കും. 10,000 പേർക്കുള്ള സദ്യയും ക്ഷേത്രത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. സനുക്കെ സജീവിലേക്ക് ഗുരുവായൂർ അമ്പല നടയിൽ നിന്ന് നമ്മുടെ ഗുരുവായൂരപ്പന് മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ സാനു ഒപ്പം ചേരുകയാണ്. സാനു, ആദ്യം തന്നെ തിരുവോണ ദിനാശംസകൾ. അതെ, ഓണക്കോടി നന്നായിട്ടുണ്ട്. അതേക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ പറയേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം അവിടെ ഭക്തരുടെ ഒരു പ്രവാഹം തന്നെയുണ്ട്. സാനുവിന്റെ പിന്നിലായി സൈഡിലായി എല്ലാം ഭക്തരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്നു. എന്താണ് ഇന്നത്തെ അവിടുത്തെ വിശേഷം? അശ്വതി, രാഖി, ഇരുവർക്കും തിരുവോണാശംസകൾ. എന്തായാലും ഗുരുഭവനപുരിയിൽ വലിയ ഭക്തജന തിരക്കാണ് ഇന്നലെ മുതൽ. അതായത് അത്തം പിറന്നത് മുതൽ തന്നെ ഗുരുവായൂരിൽ വലിയ തിരക്കുണ്ടായിരുന്നു. ഇന്നലെ ഗുരുവായൂരപ്പന് കാഴ്ചക്കുല സമർപ്പണമായിരുന്നു. ആ കാഴ്ചക്കുല സമർപ്പണത്തിനടക്കം ആയിരക്കണക്കിന് ഭക്തരാണ് എത്തിയത്. എന്തായാലും ഇന്ന് തിരുവോണമാണ്. തിരുവോണ നാളിൽ തന്നെ കണ്ണനെ കണ്ട് തൊഴുന്നതിന് വേണ്ടിയിട്ട് അനവധി ആളുകളാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഗുരുവായൂരിൻ്റെ മാത്രം ഒരു സവിശേഷതയാണ്, ആചാരത്തിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയാം. ഈ ഭക്തർക്ക് നേരിട്ട് ഗുരുവായൂരപ്പനെ പുടവ സമർപ്പിക്കാമെന്നുള്ളതും ഈ സവിശേഷമായിട്ടുള്ളൊരു ആചാര പദ്ധതിയുടെ ഭാഗമാണ്. അങ്ങനെ ഗുരുവായൂരപ്പന് കാഴ്ചക്കുല സമർപ്പിക്കുന്നു. അതിനുശേഷം തിരുവോണ നാളില് ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പിക്കുന്നു. അങ്ങനെ ഇന്ന് പുലർച്ചെ 4:30 തുടങ്ങിയ പുടവ സമർപ്പണം, ഓണപ്പുടവ സമർപ്പണം ഇപ്പോഴും ക്ഷേത്രത്തിനുള്ളിൽ തുടരുകയാണ്. നമുക്കിപ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ സ്പെഷ്യൽ മേളം, അതായത് തിരുവോണത്തിന്റെ ഭാഗമായിട്ടുള്ള സ്പെഷ്യൽ മേളമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളാൽ, വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളാൽ ഒക്കെ സമ്പന്നമായിട്ടുള്ള ഗുരുവായൂരിൽ ഇന്ന് തിരുവോണ നാളിൽ വലിയ രീതിയിൽ ആളുകൾ ഒഴുകിയെത്തുകയാണ്. കാരണം പലപ്പോഴും ഒക്കെ നമ്മൾ പറയാറുണ്ട്, ഈ തിരുവോണ നാളിലൊക്കെ ഇത്രയധികം ആളുകളൊക്കെ എത്തുമോ എന്നൊക്കെ ചില ആശങ്കകളൊക്കെ പലരും പങ്കുവയ്ക്കാറുണ്ട്. അത്തരത്തിലുള്ള ആശങ്കകളൊന്നും ഗുരുവായൂരിൻ്റെ പശ്ചാത്തലത്തിൽ വൃഥാവാകുന്ന ഒരു കാഴ്ചയാണ്. വലിയ രീതിയിൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നു. അതേപോലെ തന്നെ വലിയ ഭക്തജന തിരക്കുണ്ടാവാനായിട്ടുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് VIP ദർശനത്തിനടക്കം ഗുരുവായൂരിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം VIP ക്യൂ സംവിധാനമൊക്കെ വരുമ്പോഴേക്കും സാധാരണ നിലയിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് കയറി തൊഴുന്നതിനും അവർക്ക് ഭഗവാനെ കാണുന്നതിനുമൊക്കെ ചില വിഘാതങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട്, ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടൊക്കെ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ VIP ക്യൂ സംവിധാനം അടക്കം ഇന്ന് ഉണ്ടായിരിക്കുന്നതല്ല. മാത്രമല്ല, ഈ സാധാരണ കഴിഞ്ഞ ദിവസം നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗുരുവായൂരിൽ കല്യാണ മാമാങ്കമായിരുന്നു. എന്തായാലും തിരുവോണ നാളിൽ 5 കല്യാണം മാത്രമാണ് ഉള്ളത്. അത് പുലർച്ചെ 3 നടന്നു കഴിഞ്ഞു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി 2 മാത്രമാണ് ഇനിയും ഈ കല്യാണം ബാക്കിയുള്ളത്. ഇനി വരാനിരിക്കുന്നത് 30-ാം തീയതി വലിയ രീതിയിലുള്ള റെക്കോർഡ് കല്യാണം ഉണ്ട് എന്നാണ് അറിയുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള ആളുകൾ എത്തുന്നു. അതേപോലെ തന്നെ തിരക്കുണ്ട്. ഗുരുവായൂരപ്പന് തങ്ങളുടെ ഇഷ്ടഭഗവാൻ, ഇഷ്ടദേവന് പുടവ സമർപ്പിക്കാനുള്ള ആളുകളുണ്ട്. അങ്ങനെ ഈ അല്പസമയം മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ പലപ്പോഴും അവരുടെ പ്രിയപ്പെട്ടവർക്കൊക്കെയാണ് ഈ ഒരു പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ, തിരുവോണ നാളുകളിലൊക്കെ പുടവയൊക്കെ നൽകുക, അല്ലെ വസ്ത്രമൊക്കെ നൽകുക. അത് സ്നേഹത്തിൻ്റെയും ഒരു കരുതലിൻ്റെയും അതേപോലെ തന്നെ പരസ്പരമുള്ള ഒരു ബഹുമാനത്തിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. അങ്ങനെ ഗുരുവായൂരപ്പന് സ്വന്തം കൈകൊണ്ടുകൊണ്ട് വസ്ത്രം നൽകുന്നു എന്നുള്ളതും വലിയ പ്രത്യേകത. അങ്ങനെ അത്തരത്തിലുള്ള ആചാരങ്ങൾ, അത്തരത്തിലുള്ള രീതികളെല്ലാം കൊണ്ട് വളരെ സമ്പന്നമാണ്. ഇന്നലെ കാഴ്ചക്കുല സമർപ്പണം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ ക്ഷേത്രത്തിന് മുന്നിൽ കുലകളൊക്കെ ഇരിക്കുന്നതാണ്. നേന്ത്രക്കുലകളാണ് സാധാരണ ഇവിടെ. ഈ നേന്ത്രക്കുലകളാണ് ഗുരുവായൂരപ്പനെ കാഴ്ചക്കുലയായിട്ട് എല്ലാവരും സമർപ്പിക്കുന്നത്. അങ്ങനെ നിരവധി നേന്ത്രക്കുലകൾ ഇപ്പോഴും ഈ ഒരു ക്ഷേത്രത്തിന് മുന്നിലുണ്ട്. ഇവിടെയല്ല നേന്ത്രക്കുലകൾ ഇരിക്കേണ്ടതെന്നുള്ളതും ഭഗവാന്റെ സ്വർണ്ണ കൊടിമരത്തിന് കീഴിലാണ് ഈ കുല സമർപ്പണം, ഉത്രാട കുല സമർപ്പണമൊക്കെ നടക്കുന്നത്. എന്തായാലും ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന കവാടം മുതൽ കുലകളുണ്ട്. ഇത്തരത്തിൽ കിട്ടിയ കുലകളൊക്കെ ഇവിടുത്തെ ദേവസ്വത്തിന് ആനകൾക്കും അതേപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കാനും വേണ്ടിയാണ് വിനിയോഗിക്കുന്നതെന്നാണ് ദേവസ്വം അറിയിച്ചിട്ടുള്ളത്. അത്രയേറെ കുലകൾ, അത്ര കണക്കിന്, കിൻഡൽ കണക്കിന്, ടൺ കണക്കിന് കുലകളാണ് ഇന്നലെ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഭഗവാന്റെ പ്രധാനപ്പെട്ട സ്വർണ്ണ കൊടിമരച്ചുവിട്ട് നിറയെ ആ സ്വർണ്ണ കൊടിമരത്തിനൊപ്പം തന്നെ ഉയരത്തിൽ ഇന്നലെ ഈ നേന്ത്ര കുലകൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന്, നമുക്കുള്ളിൽ നിന്ന് കാണാൻ സാധിച്ചിട്ടുള്ളത്. നിർഭാഗ്യവശാൽ നമുക്കത് ഉള്ളിൽ നിന്ന് പകർത്താനായിട്ടുള്ള അനുമതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നേരിട്ടത് കാണാൻ സാധിച്ചു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എന്തായാലും ഗുരുവായൂരിൽ ഭക്തരാൽ സമ്പന്നമാണ്, അതേപോലെ തന്നെ ആചാരങ്ങളാൽ സമ്പന്നമാണ്. വലിയ രീതിയിൽ ആളുകൾ ഇപ്പോഴും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ തിരുവോണ നാളിൽ. അശ്വതി, രാഖി.